شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമളാനിലൂടെ മുബാറക്കായ അനുഗ്രഹീതമായ പുണ്യം നിറഞ്ഞൊരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നോറ്റ നോമ്പുകളും രാത്രി നമസ്കാരങ്ങളും പുണ്യങ്ങളും സ്വതക്കകളുമെല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് എല്ലാവരിൽ നിന്നും പൂർണ്ണ പ്രതിഫലത്തോടുകൂടെ പൂർണ്ണ സൽക്കർമ്മങ്ങളായി അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്ത് നമുക്ക് പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ മാസത്തിൽ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ ഔദാര്യം, ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ ഫള് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചു എന്നുള്ളതാണ്. അത് നോമ്പിനെക്കുറിച്ച് പറയുന്ന സൂറത്തുൽ ബഖറയിലെ ആയത്തുകൾക്കിടയിൽ അള്ളാഹു വ്യക്തമായി പറയുന്നൊരു കാര്യമാണ് ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഷഹ്റു റമളാൻ, നോമ്പ് നിർബന്ധമാക്കിയ ഈ റമളാൻ മാസം, ഉൻസില ഫീഹിൽ ഖുർആൻ, അതിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ്. അപ്പോൾ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നത് ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും പുണ്യവും ഏറ്റവും ഔദാര്യവുമാകുന്നത് എന്തുകൊണ്ടാണ്? ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിന് ഏറ്റവും നല്ല വഴി കാണിക്കുക എന്നുള്ളതാണ്. ഇഹലോകത്തും പരലോകത്തും സൗഭാഗ്യകരത്വമായി സന്തോഷകരമായി ജീവിക്കുക എന്നതാണ് ആത്യന്തികമായി നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. അതിന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്പെടുന്നത് നമ്മുടെ സമ്പത്തല്ല, നമ്മുടെ ആയുസ്സല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ആരോഗ്യമോ മറ്റ് സൗകര്യങ്ങളോ ഒന്നുമല്ല. ഇതിലൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും മനുഷ്യൻ്റെ സൗഭാഗ്യത്തിനും സന്തോഷത്തിനും യാതൊരു പ്രശ്നവും പറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ആശയം, അതാണ്, ആ മാർഗദർശനമാണ്, ആ സന്മാർഗ കാഴ്ചപ്പാടുകളാണ്, ആ സന്മാർഗമാണ്, ഇസ്ലാമാണ്, ദീനാണ്, വിശുദ്ധ ഖുർആനാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ഒരു പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ആയുഷ്കാലത്ത് നമ്മുടെ ജീവിതത്തെ ആസ്വദിക്കാനും അനുഭവിക്കാനും നമ്മുടേതായ ചില ലക്ഷ്യങ്ങൾ കണ്ട് ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സമയവും ആരോഗ്യവും വർഷവും മാസവും പണവും എല്ലാം ചെലവഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അതിലൂടെ എനിക്ക് കുറച്ച് പണം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം ഉണ്ടാവും, ഞാൻ നല്ലൊരു ബിസിനസ്സുകാരനായാൽ എനിക്ക് നല്ല സന്തോഷം ഉണ്ടാവും, എൻ്റെ ആരോഗ്യത്തിനൊരു പ്രശ്നം ഉണ്ടാകാതിരുന്നാൽ ഞാൻ വ്യായാമം ചെയ്ത് ഭക്ഷണക്രമങ്ങൾ പാലിച്ച് ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെയായാൽ എനിക്ക് എൻ്റെ ജീവിതം അതിൻ്റെ ലക്ഷ്യത്തിലെത്തും എന്നൊക്കെ നമ്മൾ കണക്ക് കൂട്ടും. ഇതൊക്കെ തെറ്റാന്ന് എപ്പോഴും മനസ്സിലാവുക നിങ്ങൾ? ഇതൊന്നല്ല എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് നമുക്ക് മനസ്സിലാകുന്ന സമയം എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വയസ്സാവുള്ളൂ. വയസ്സാവുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും പണിമുടക്കാൻ തുടങ്ങും. കണ്ണിൻ്റെ കാഴ്ചക്ക് പ്രശ്നങ്ങൾ വരും, നമ്മുടെ സന്ധികൾക്ക് പ്രയാസങ്ങൾ വരും, നമുക്കൊരു പക്ഷേ നടക്കാനും നീക്കാനും ഒന്നും കഴിയാത്ത അവസ്ഥകൾ വരും. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാതെ എൻ്റെ ആരോഗ്യവും എൻ്റെ ജീവിതവുമായി നല്ല നിലക്ക് ഞാൻ അങ്ങനെ പോകും എന്ന് വിചാരിച്ച ഒരാൾ പെട്ടെന്നൊന്ന് കിടപ്പിലാകുമ്പോൾ, ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കൂല, ഞാൻ ഇവിടെ കിടപ്പിലായി, ഞാനൊരു രോഗിയായി എന്ന് തിരിച്ചറിയുമ്പോൾ അയാൾക്കുണ്ടാകുന്നൊരു സങ്കടമെന്ന് പറഞ്ഞാൽ ആ ജീവിതത്തെക്കുറിച്ച് മാത്രമുള്ള സങ്കടമല്ല, ഞാൻ ലക്ഷ്യം വെച്ചതായിരുന്നില്ല എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് തിരിച്ചറിയുന്ന ഏറ്റവും ഖേദകരമായ നഷ്ടപ്പെട്ടു പോയ ആയുസ്സിനെക്കുറിച്ചും നഷ്ടപ്പെട്ടു പോയ പണത്തെക്കുറിച്ചും നഷ്ടപ്പെട്ടു പോയ ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ വ്യാകുലപ്പെടുന്ന, നൊമ്പരപ്പെടുന്ന ജീവിതത്തിൻ്റെ അവശതയുടെ ചില നാളുകളുണ്ട് സുഹൃത്തുക്കൾ. അവിടെ നമുക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ജീവിത സൗഭാഗ്യം എന്നത്, സന്തോഷമെന്നത് അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്ന ഈ ഹുദയിലാണ്. ഹുദൽ ലിന്നാസ്, അള്ളാഹു കാണിച്ചു തരുന്ന ഈ മാർഗദർശനത്തിലാണ്.
അത് നമുക്കൊന്ന് ബോധ്യപ്പെട്ട് മനസ്സിലാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്നുകൊണ്ട് നമുക്കത് നേടാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിയണം. ഈ നല്ല സുഖത്തിലും സന്തോഷത്തിലും സ്വർഗത്തിലാണല്ലോ മനുഷ്യൻ ആദ്യം ജീവിതം ആരംഭിച്ചത്. ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തിലാണ് ഉണ്ടായിരുന്നത്. ഈ ഭൗതിക ജീവിതത്തിൻ്റെ യാതൊരു വിധത്തിലുള്ള വ്യാകുലതകളും അകറ്റാത്ത, ദുഃഖമില്ലാത്ത, വ്യസനമില്ലാത്ത, സങ്കടമില്ലാത്ത, ഭയമില്ലാത്ത ലോകത്താണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ തുടക്കം എന്ന് പറഞ്ഞത്. അവിടെ നിന്ന് അള്ളാഹു പരീക്ഷണങ്ങളും പ്രതിസന്ധികളും കഷ്ടപ്പാടുകളുടെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അല്ല എന്താ ആദം നബി അലൈഹി സ്വലാമോട് പറഞ്ഞത്? ആ സൗകര്യങ്ങളില്ലാത്ത ഭൂമിയിലേക്ക് ഇന്ന് ഞാനും നിങ്ങളൊക്കെ അനുഭവിക്കുന്ന എല്ലാ അസൗകര്യങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന ഈ ലോകത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ അല്ല പറഞ്ഞ വാക്കെന്താ? കാലഹുബിത്താമിൻ ഖജമിയ, പോയിക്കോളിന്നാണ്. മറ്റൊരു ആയത്ത് വലക്കും ഫില്ലാർദി മുസ്തഖറുവ മതാവുനിലാക്കി, കുറച്ചലഞ്ഞ് അവിടെ താമസിക്കണം. എല്ലാ മനുഷ്യനും ഒരു നിശ്ചിത അവധി ഭൂമിയിൽ പൂർത്തിയാക്കണമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞ കാര്യങ്ങൾ? ബാലുക്കും ലിബാലിന് അതോ, നിങ്ങൾ ചിലർക്ക് ശത്രുക്കളാണ്. ഇമ്മക്കും മിന്നി ഹുദ, എൻ്റെ അടുക്കൽ നിങ്ങൾക്ക് ഹുദ വരും. അള്ളാഹു ഖുർആൻ ഇറക്കിയ ലക്ഷ്യം പറഞ്ഞല്ലോ, ഹുദല്ലിന്നാസ്, എൻ്റെ അടുക്കൽ നിന്നുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് വരും, ചില അറിവുകൾ വരും, ദൈവീകമായ ജ്ഞാനങ്ങൾ വരും, പ്രവാചകത്വത്തിൽ നിന്നുള്ള ചില അറിവുകൾ വരും, പ്രവാചകന്മാർ പറഞ്ഞു തരുന്ന ചില മതനിയമങ്ങൾ നിങ്ങൾക്ക് വരും. ആ മതനിയമങ്ങളെ, ആ ഹുദയെ ആ മാർഗദർശനങ്ങളെ ആരെങ്കിലും പിൻപറ്റിയാൽ അവൻ വഴിതെറ്റി പോവില്ല, അവൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം പിഴക്കില്ല, എൻ്റെ ജീവിതം വെറുതെയായി എന്ന് അവൻ ഒരിക്കലും പറയേണ്ടി വരില്ല. ഈ ലോക ജീവിതം അവസാനിക്കുമ്പോൾ ഒരു നഷ്ടത്തെക്കുറിച്ചോർത്ത് അവൻ ഖേദിക്കേണ്ടി വരില്ല എന്ന്. അവൻ ലക്ഷ്യം സാക്ഷാത്കരിച്ച് സന്തോഷത്തോടുകൂടെ വല യഷ്ക, അവൻ കഷ്ടപ്പെടില്ല, ദൗർഭാഗ്യം അടയില്ല എന്നാണ്. സുഹൃത്തുക്കളെ, ഇതൊരു സത്യമാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്, ആവർത്തിച്ച് കേൾക്കുന്ന സത്യമാണ്. നമ്മളുടെ രാപ്പകലുകളിലും നമ്മുടെ ആയുസ്സിൻ്റെ ഏത് രംഗങ്ങളിലും കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ നമ്മൾ എങ്ങനെ പോകണം എന്ന് വ്യക്തമായ നിർദ്ദേശങ്ങൾ നമുക്കുണ്ട്. ആ നിർദ്ദേശങ്ങളെ പാലിക്കാതെ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ ഈ ഒരു മാർഗത്തിൽ നമ്മൾ സഞ്ചരിക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ അധികമൊന്നും പറയണ്ട. നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അത് സുന്നത്താകട്ടെ ഫറലാകട്ടെ, നമ്മൾ ആരെങ്കിലും നിസ്കരിക്കണമെങ്കിൽ ആ നിസ്കാരത്തിൽ മുഴുവൻ നമ്മൾ ഓരോ റക്കായത്തിലും നമ്മൾ അല്ലാഹുവിനോട് എന്താ ചോദിക്കണത്? ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, എല്ലാ റക്കായത്തിലും ചോദിക്കുന്നുണ്ട്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ നീ എന്നെ നയിക്കണം, എനിക്ക് ഹുദ കാണിച്ചു തരണം, ഹിദായത്തിൽ എന്നെ ആക്കണം, നേരായ മാർഗദർശനത്തിൽ എന്നെ നീ വഴി നടത്തണം എന്ന് അല്ലാഹു ചോദിക്കും. ഈ ഹുദ തരണം എന്നാ പറയണത്. പടച്ചോനെ, നീ നിശ്ചയിച്ചൊരു വഴി ഉണ്ടല്ലോ, ആ വഴിക്ക് പോകാനുള്ളൊരു തൗഫീക്ക് എനിക്ക് തരണേ എന്ന്. സുഹൃത്തുക്കളെ, നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ നിസ്കാരത്തിൽ മുഴുവൻ അള്ളാഹിനോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അവിടെ തന്നെയാണ് നമ്മുടെ വിജയവും നമ്മുടെ രക്ഷയും കുടികൊള്ളുന്നത് എന്ന് നമ്മൾ പറയണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്തായാലും, രോഗത്തിന് ചികിത്സിക്കുന്ന ഡോക്ടർ ഒരു പഥ്യം നമ്മളോട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും ഇന്നത് നിങ്ങൾ ചെയ്യല്ലേ, ഇന്നത് നിങ്ങൾ കഴിക്കരുത് എന്ന് നമ്മോട് പറഞ്ഞു. പക്ഷെ മനുഷ്യൻ്റെ ദേഹേച്ഛകൾ പലപ്പോഴും അവൻ്റെ നിയന്ത്രണം പാലിക്കൂല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ആ മരുന്ന് കഴിക്കുമ്പോൾ തന്നെ ആ പഥ്യം സ്വീകരിക്കും. പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞ് ഡോക്ടറെ കാണുമ്പോൾ ഒരു മാറ്റം ഇല്ല എന്ന് പറയുമ്പോൾ, നിങ്ങൾ ആ ഭക്ഷണക്രമം പാലിച്ചു എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ നമുക്കെങ്ങനെ മാർഗദർശനങ്ങൾ സ്വീകരിക്കാത്തതിൻ്റെ ഫലം കിട്ടും? നമ്മളത് സ്വീകരിക്കണം സുഹൃത്തുക്കളെ, നമ്മളത് സ്വീകരിക്കണം. ഞാനൊരു മിനിമം ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ ഒരു സഹോദരി എവിടെ ചെല്ലുകയാണെങ്കിലും അവിടെ എന്തുണ്ടാവും? ശരിയായി നല്ല ഹിജാബോടുകൂടെ ദേഹത്തഴഞ്ഞ ഒട്ടിച്ചേരാത്ത എല്ലാ ഭാഗങ്ങളും മറയുന്ന, മുഖവും മുൻകൈയുമല്ലാത്ത ഭാഗങ്ങളെല്ലാം മറയുന്ന, സുതാര്യമായ കാലടക്കം മറയുന്ന വസ്ത്രം ധരിച്ച ആൾക്കാരെ കാണും. അപ്പം എന്താ മനസ്സിലാക്കേണ്ടത്? ഇതാണ് ഇസ്ലാമിക വേഷം എന്ന് അവർക്ക് മനസ്സിലാവും, അവർക്ക് അറിയും. പക്ഷെ പലപ്പോഴും അത് എത്ര ആളുകൾ പാലിക്കുന്നുണ്ട്, എത്ര ശതമാനം പാലിക്കുന്നുണ്ട്? ഒരു പക്ഷേ ആ ഒരു നിയമലംഘനം കൊണ്ടുണ്ടാവുന്ന ദ്രോഹങ്ങളും അതിൻ്റെ അപകടങ്ങളും എത്രയാണ് എന്ന് ഒരു പക്ഷേ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അവിടെ പടച്ചോ നമ്മളോടത് നിങ്ങൾക്ക് ദ്രോഹം വരാതിരിക്കാൻ, ഉപദ്രവം വരാതിരിക്കാൻ, നരകത്തിൽ പോകാതിരിക്കാൻ അത് ചെയ്യുന്ന നമ്മോട് പറഞ്ഞ്. നമ്മൾ എത്ര ആളുകളെയാണ് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ശരിയായൊരു ഇസ്ലാമിക വേഷമല്ലാത്ത ഒരു ആകർഷണീയമായ സൗന്ദര്യ പ്രകടനം നടത്തുമ്പോൾ എത്ര ആളുകളുടെ കണ്ണുകളാണ് വ്യഭിചരിക്കുന്നത്? ഒരു പെൺകുട്ടി അവൾ ജോലിക്ക് പോവാണ്,
ഒഴിഞ്ഞൊരു സ്ഥലത്തൂടെ അങ്ങനെ ജോലിക്ക് പോകും. മനസ്സിലായി? അപ്പം അവിടെ വായ നോക്കി നിൽക്കുന്ന ഒരു പയ്യൻ എന്ത് ചെയ്തു, അവളെ കാണും. പിന്നെ അവൾ പോണ സമയത്ത് അയാൾ വരും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കും. നോക്കിയപ്പോൾ അയാൾക്ക് ഇങ്ങനെ തോന്നി, ഇവിടെ ഒറ്റക്കാണല്ലോ പോണത് എന്ന് ചിന്തിച്ചു. എന്താ ചെയ്ത നിങ്ങൾ? കണ്ണ് പൊത്തി കയ്യും കാലും കെട്ടി ബലാത്സംഗം ചെയ്ത് അവളെ കൊന്നു കളഞ്ഞു. കേസ് തെളിയിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും വെറുതെ ഒരു വർത്താനം പറയാൻ പോയിട്ടില്ല, ഫോൺ നമ്പർ കൊടുത്തില്ല, ഒന്ന് വെറുതെ ഇങ്ങനെ നടന്നു പോയിട്ടേ ഉള്ളൂ. മനസ്സിലായി? ഒരു മനുഷ്യൻ്റെ മനസ്സിൽ സ്വാധീനിക്കപ്പെടുമ്പോൾ അപകടപ്പെടുത്താനുള്ള സാധ്യത എത്രയാണ് ഖുർആൻ പറഞ്ഞത് വ്യക്തമാണ്. പക്ഷെ എന്തോ ഓരോരുത്തരും സ്വീകരിക്കുന്ന വേഷത്തിൽ നിന്ന് മാറാൻ അവരെത്ര കേട്ടാലും തയ്യാറാവൂല. എന്താ തയ്യാറാവാത്തത്? അതാണ് ഹുദയെക്കുറിച്ചും ഇൽമിനെക്കുറിച്ചും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറഞ്ഞു മതലുമ ബഅതനി അല്ലാഹു ബിഹി മിനൽ ഹുദാ വൽ ഇൽം. അറിവും ഹുദയും മായി അള്ളാഹു എന്നെ നിയോഗിച്ച എൻ്റെ ഉപമ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. മനോഹരമായ ഉപമ. എന്താ എൻ്റെ ഉപമ? ഈ ഹുദ ഇൽമു എന്നൊക്കെ പറഞ്ഞത് നമുക്ക് കിട്ടുന്ന ഈ ദീനുള്ള സുഹൃത്തുക്കളെ, അതിനെ മഴയാണെന്നാണ് പറഞ്ഞത്. എന്താ മഴയാണെന്ന് പറയാൻ കാരണം? വെള്ളമില്ലെങ്കിൽ ഏതെങ്കിലും ചെടി ഉണ്ടാവുമോ ഭൂമി മുകളിൽ? വെള്ളമില്ലെങ്കിൽ ഏതെങ്കിലും ചെടി ഉണ്ടാവുമോ? ഉണ്ടാവില്ല. എൻ്റെ നിങ്ങളുടെയും ദീനും നന്മയും എല്ലാം നിലകൊള്ളുന്നത് ഈ ദീനോണ്ടാണ്. ഈ ഖുർആനെന്നും ഹദീസിനും കിട്ടുന്ന വിവരങ്ങൾക്ക് അനുസരിച്ചാണ് എൻ്റെയും നിങ്ങളുടെയും മുഴുവൻ നന്മയും. ഇവിടെ നിൽക്കുന്ന പൂക്കളും കായ്കളും ഇലകളും എല്ലാം വെള്ളമാണ് അതിൻ്റെ പിന്നിലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗദർശനമാണ് എല്ലാ നന്മകൾക്ക് പിന്നിലും. ലോകത്ത് എന്തെല്ലാം നന്മയുണ്ടോ അതിനെക്കുറിച്ചെല്ലാം അല്ല പറഞ്ഞിട്ടുണ്ട്. അല്ല പറയാത്തൊരു കാര്യമുണ്ട്. അത് സ്വീകരിക്കാനുള്ള മനസ്സാണ് വേണ്ടത്. എന്നാൽ ചില നല്ല ഭൂമികളുണ്ട്, അവ വെള്ളം ആ മഴയെ സ്വീകരിക്കും, എന്നിട്ട് അതുകൊണ്ട് സസ്യങ്ങളെയും ചെടികളെയും മുളപ്പിക്കും. ഇൽമ് കിട്ടുക, അതനുസരിച്ച് ജീവിക്കുക. അതല്ലേ മനുഷ്യൻ ചെയ്യേണ്ടത്. അതാണ് വെള്ളം വലിച്ചെടുക്കും, അതുകൊണ്ട് സസ്യങ്ങളെ മുളപ്പിക്കും. രണ്ടാമത്തെ എന്താണ്? മറ്റൊന്നുണ്ട്. അതെന്താ വെച്ചാൽ വെള്ളത്തെ സ്വീകരിക്കും. ഉറച്ച ഭൂമിയാണ്, അവിടെ വെള്ളം ഇങ്ങനെ നിൽക്കും. പക്ഷെ ആ വെള്ളം ആ ഭൂമിക്ക് ഉപകാരപ്പെടില്ല, കാരണം അവിടെ പാറയാണ്. എന്നാൽ ആ വെള്ളം പക്ഷികൾ കുടിക്കും, മൃഗങ്ങൾ കുടിക്കും, അവിടെ നിന്ന് നനക്കാനെടുക്കും. ആ വെള്ളം മറ്റുള്ളവർക്ക് പോകും. അറിവ് കൊണ്ടൊരു ഉപകാരവും കിട്ടാത്ത കുറേ ആൾക്കാർ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും മറ്റുള്ളവരെ നന്നാക്കാനും ഉഷാറാണ്. അവനവൻ അതുകൊണ്ട് ഒരു കാര്യമില്ല. മൂന്നാമത്തെ ഒരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞു, ഖിആൻ. അതെന്താണ്? ചതുപ്പ്. അവിടെ മഴ പെയ്താൽ അവിടുന്ന് വെള്ളം ആർക്കോട്ട് കിട്ടൂല. ആ വെള്ളം ആ ചതുപ്പിൽ ഉപകാരപ്പെടുകയുമില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനും നിങ്ങളും ഈ റമദാനിൽ വിശുദ്ധ ഖുർആൻ എന്ന ഹുദയുടെ അനുഗ്രഹം കിട്ടിയ ആളുകളെന്ന നിലക്ക് നമ്മൾ കേട്ടതും നമ്മൾ അറിഞ്ഞതനുസരിച്ച് ജീവിക്കാൻ തീരുമാനിക്കുക. അതാണ് ഹുദൻ ലിന്നാസ്. ജനങ്ങൾക്ക് കാണിച്ച, അള്ളാഹു കാണിച്ചു തന്ന ഈ ഒരു മാർഗദർശനത്തെ ശരിയായി സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് സ്വീകരിക്കുന്നതിൻ്റെ മഹത്വം, അതിൻ്റെ ഗുണം, അതിൻ്റെ ആസ്വാദനം അത് അള്ളാഹു സൂറത്ത് നൂറിൽ പറയുന്നുണ്ട്. സുഹൃത്തുക്കൾ, ഒരു തരം എണ്ണ ഉണ്ട്, സെയ്ത്തിൻ്റെ, നമ്മളെ ഒലിവിൻ്റെ എണ്ണ. ആ എണ്ണ കത്തിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ. അത് കത്തിക്കാതെ തന്നെ തീയുണ്ടെന്ന് തോന്നും, കത്തിക്കാതെ തന്നെ വെളിച്ചമുണ്ടെന്ന് തോന്നും. അതാണ് അള്ളാഹു. ആ എണ്ണ, അതാണ് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതി. നമ്മുടെ ഹൃദയം, ആ ഹൃദയത്തിൻ്റെ ശുദ്ധ പ്രകൃതിയെ അള്ളാഹു ഉപമിച്ചത് അതിനോടാണ്. ആ ഹൃദയത്തെയോ ഒരു വിളക്ക് വെക്കുന്ന വിളക്ക് മാടത്തോട്. എന്നിട്ട് ആ വിളക്ക് മാടത്തിൽ ഒരു വിളക്ക്. ആ വിളക്ക് ഏതാണ്? അള്ള തന്ന ഈ ദീന്. അത് മനസ്സിക്ക് കയറുക. ഹൃദയമാകുന്ന വിളക്കുമാടത്തിൽ എന്ത് ചെയ്യുന്ന ഈ ദീന് കയറുക. കയറിക്കഴിഞ്ഞാൽ ഫിത്രത്തുണ്ട്, മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതി. നന്മ ചെയ്യുമ്പോണ്ടാവുന്ന ഒരു ആസ്വാദനമുണ്ട്. സുഹൃത്തുക്കൾ, സക്കാത്തിൻ്റെ പൈസ എന്ന് പറഞ്ഞ് നമ്മൾ ഈ വെയിലും കൊണ്ടിട്ട് നമ്മുടെ മുറ്റത്തൊക്കെ ആൾക്കാർ വരുന്നില്ലേ? മനസ്സിലായി? നമ്മൾ നല്ല മനസ്സോടുകൂടെ ഒരു 10 റുപ്യ 20 റുപ്യ 50 റുപ്യ എടുത്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു മനസ്സന്തോഷം ഉണ്ടാകണില്ലേ? അതാണ് മനുഷ്യൻ്റെ ശുദ്ധമായ മനസ്സ് എന്ന് പറഞ്ഞാൽ അല്ലേ? ആ നോമ്പ് തുറക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകണില്ലേ? നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു സന്തോഷം ഉണ്ടാകണില്ലേ സുഹൃത്തുക്കളെ? അതാണ് സത്യസന്ധമായി ജീവിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവണില്ലേ? മറ്റൊരുത്തൻ്റെ അവിഹിതം കയ്യിൽ വന്നപ്പോൾ വേണ്ടെന്ന് വെച്ചപ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുന്നില്ലേ? ഒരു തെറ്റായ നോട്ടം നോക്കാൻ അവസരം കിട്ടിയപ്പോൾ, കണ്ണ് താഴ്ത്തിയപ്പോൾ ഒരു സന്തോഷം കിട്ടുന്നില്ലേ? ആ സന്തോഷമാണ് ശുദ്ധ പ്രകൃതിയുടെ സന്തോഷം എന്ന് പറഞ്ഞത്. ആ വിളക്ക് വെച്ച പ്രതലമുണ്ടല്ലോ, അത് സ്ഫടികമാണ്. അതുകൊണ്ട് ആ വിളക്കിൻ്റെ പ്രകാശത്തെ ദീപ്തമായി പ്രോജ്വലിപ്പിക്കാനതിന് പറ്റും. ആ എണ്ണക്കതിലേറെ ശക്തിയുണ്ട് എന്നാണ്. അപ്പം അള്ളാൻ്റെ ദീനെങ്ങാനും നമ്മളെ ഹൃദയത്തേക്ക് കൊടുത്താൽ ആ ഹൃദയത്തിലുണ്ടാകുന്ന വെളിച്ചത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്.
അള്ളാഹു ആകാശത്തിന് വെളിച്ചമാണ്, എന്നാൽ അള്ളാഹുവിൻ്റെ അർശിന് വെളിച്ചമുണ്ട്. അള്ളാഹുവിൻ്റെ ദാത്തന്നെ വെളിച്ചമുള്ളതാണ്. മനസ്സിലായി? ഈ സൂര്യൻ്റെ വെളിച്ചമുണ്ട്, ഇതൊക്കെ ഭൗതികമായ വെളിച്ചങ്ങളാണ്. നമുക്ക് കാണാൻ പറ്റുന്ന, ശരിക്കും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന വെളിച്ചം. എന്നാൽ മറ്റൊരു വെളിച്ചമുണ്ട്, ആശയപരമായ വെളിച്ചം. ആ വെളിച്ചമാണ് ഈ സന്മാർഗം, ആ വെളിച്ചമാണ് ഈമാൻ, ആ വെളിച്ചമാണ് ഹുദ. അതെവിടെ കത്തുക സുഹൃത്തുക്കളെ? അതെവിടെ കത്തുക? അത് നമ്മുടെ ഹൃദയത്തിലാണ്, മനസ്സിലാണ് കത്തുക. അതുകൊണ്ട് ശരിയായ ഈമാനും ശരിയായ ദീനും നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് തിളങ്ങും കബിഷ്കാത്തിന് ഒരു വിളക്കുമാടം പോലെ. ഫീഹാ മിസ്ബാഹ്, അതിലൊരു വിളക്കുണ്ട്. ആ വിളക്കേതാ? അത് തന്ന ഈ ദീനാണ് ആ വിളക്ക്. അൽ മിസ്ബാഹു ഫീ സുജാജ അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരി യൂഖദു മിൻ ഷജറത്തിൻ മുബാറക സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ. ആ എണ്ണയെക്കുറിച്ച് എല്ലാം ആ വെളിച്ചത്തെ ശക്തമാക്കാൻ പറ്റുന്നതാകുന്നു എന്നാണ്. നൂറുൻ അലാ നൂർ, വെളിച്ചത്തിന് മേൽ വെളിച്ചം. അപ്പം ആ ദീന് ഉൾക്കൊണ്ടാൽ, നേരെ പറഞ്ഞില്ലേ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിക്കോട്ടെ മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്നാണ്. അപ്പം ചെറിയ ചെറിയ തിരുത്തുകളെ ആവശ്യമുള്ളൂ സുഹൃത്തുക്കളെ, ചെറിയ ചെറിയ എഡിറ്റിങ്ങൾ ആവശ്യം. കാരണം നമുക്ക് എല്ലാം കേൾക്കാനുള്ളൊരു മനസ്സുണ്ട്, മാറാനുള്ളൊരു മനസ്സുണ്ട്. അതനുസരിച്ച് ജീവിക്കാൻ ചെറിയ ചെറിയ എഡിറ്റിങ്ങൾ വരുത്തിയാൽ എന്തുമാത്രം ആസ്വാദകരവും സന്തോഷകരവുമാകുന്ന നിങ്ങൾ ജീവിതം. അതുകൊണ്ടാണ് ഖുർആൻ കൊണ്ട് സന്തോഷിക്കാൻ പറഞ്ഞത്. ഫബിദാലിക ഫൽയഫ്റഹു, ഖുർആൻ കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്നാണ്. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അതുകൊണ്ട് കിട്ടുന്ന ആ സന്തോഷം ഉണ്ടല്ലോ, വേറെ ഒന്നുകൊണ്ടും ഒരു മനുഷ്യനും നേടാൻ പറ്റില്ലെന്നാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആശയം. വിശുദ്ധ ഖുർആൻ വെറുതെ ഒന്ന് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ആദ്യം നിങ്ങൾ ആ സൂറത്തുകളുടെ ഇൻഡെക്സ് ഒന്ന് എടുത്ത് നോക്ക് സുഹൃത്തുക്കളെ. ഖുർആനിലെ ഏതൊക്കെ സൂറത്തുകളാണെന്നൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഓരോ പേരുകൾ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ, അൽ മുഅ്മിനൂൻ ഒരു സൂറത്തിൻ്റെ പേരാണ്. ഇത് അൽ മുഅ്മിനൂൻ. പിന്നെ തുടക്കം ഒന്ന് വായിച്ചു കൊണ്ടുപോകും. നമ്മളൊരു വിശ്വാസിയാണോ, ഈ പറഞ്ഞ കാര്യം ഉണ്ടെങ്കിൽ ഒരു വിശ്വാസിയാവും. അതിൽ പറഞ്ഞ കാര്യങ്ങൾ, ആ വിശ്വാസിൻ്റെ സ്വഭാവങ്ങൾ പാലിക്കുന്ന ഒരാൾ നല്ല ആളേക്ക്. ഷൂറ എന്ന് പറഞ്ഞൊരു അധ്യായം. ഷൂറ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? കൂടിയാലോചന. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രയോജനം ചെയ്യുന്ന മറ്റൊരാശയമല്ല. അത് സ്വേച്ഛാധിപത്യത്തിനെതിരാണ്. നിങ്ങൾ വാപ്പയിക്കോട്ടെ, പക്ഷെ വീട് കൊണ്ടടക്കുമ്പോൾ ഭാര്യനോടും കുട്ടികളോടൊക്കെ ഒരു അഭിപ്രായം ചോദിക്കും. നിങ്ങൾ വലിയ ശക്തനായ ഭരണാധികാരിയാണെങ്കിലും കൂടെയുള്ളവരോട് കൂടി ആലോചിക്കണം. അവർ കൂടെ നിൽക്കും, അവരഭിപ്രായങ്ങൾ പറയും, നമുക്ക് അബദ്ധങ്ങൾ കുറയും, വലിയ വലിയ അപകടങ്ങളിൽ നമ്മൾ രക്ഷപ്പെടും. അതിനൊക്കെ ഷൂറ ഉപയോഗിക്കും. എത്ര കൃത്യത വല്ലതിനസ്തജാബുൽ റബ്ബിക്കും, ഇതിനെ കൂടുതൽ അള്ളാഹ് പറഞ്ഞതിനൊക്കെ അവർ ഉത്തരം നൽകും. വാക്കാമുസ്സല, നിസ്കരിക്കും. വഅംറുഹും ശൂറാ ബൈനഹും, അവർ ചർച്ച ചെയ്തേ കാര്യങ്ങൾ തീരുമാനിക്കൂ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് നൽകിയതിന് ചെലവഴിക്കും. വിശുദ്ധ ഖുർആൻ പറയുന്ന ആശയങ്ങൾ എത്ര മഹത്തരമാണ് സുഹൃത്തുക്കളെ. തൗബ എന്ന അധ്യായം. മനുഷ്യൻ്റെ ജീവിതത്തിൽ തെറ്റ് പറ്റാത്തൊരു മനുഷ്യനുണ്ടാകും. പശ്ചാത്തലവും തിരിച്ചുവരവിൻ്റെയും നിരന്തരമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകൾ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ പറ്റും. ഖുർആനിലെ ഓരോ അധ്യായം പരിശോധിച്ചാലും നമുക്ക് അതിന് വെളിച്ചം കിട്ടും. വിശുദ്ധ ഖുർആൻ്റെ പേരുകൾ പരിശോധിച്ചാൽ ഖുർആൻ്റെ പേര്, ഖുർആനിന് വ്യത്യസ്തങ്ങളായ പേരുകളുണ്ട്. ആ പേരുകൾ പരിശോധിച്ചാലും നമുക്ക് ഇതേമാതിരി കാണും. നൂറ് ഖുർആൻ്റെ പേരാണ്. വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീന. വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താ? ദുഃഖം ഇരുട്ടാണ് അല്ലെ? ദുഃഖം ഇരുട്ടല്ല. വഴികേടുകൾ ഇരുട്ടാണ്, തിന്മ ഇരുട്ടാണ്. നമുക്ക് പ്രതികൂലമായതെല്ലാം ഇരുട്ടാണ്, എന്നാൽ അനുകൂലമായതെല്ലാം വെളിച്ചമാണ്. അതുകൊണ്ട് സത്യത്തെയും സന്മാർഗത്തെയും അള്ളാഹു വെളിച്ചം നൽകും. ഹുദ സന്മാർഗം, ഷിഫ രോഗശമനം. ഒരു രോഗം മാറിയാലുണ്ടാവുന്ന ഒരു സന്തോഷം എത്രയാണ്? അതേപോലെ ആശ്വാസം നൽകുന്ന മറുപടികളും ആശയങ്ങളും വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നതാണ്. ഇനി ഖുർആനിലെ ആയത്തുകൾ നമ്മൾ പരിശോധിച്ചാൽ, ഇടയ്ക്ക് ഇങ്ങനെ ഓതി പോകുമ്പോഴേ പരിഭാഷയും കൂടി വെച്ചിട്ട് നമ്മൾ ഓതി പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിനെ മാറ്റാവുന്ന ആയത്തുകൾ നമ്മൾ കാണും. അതാണ് ഹുദൽ ലിന്നാസ്. ഒരു ലക്ഷ്യബോധമില്ലാതെ അശ്രദ്ധമായി ജീവിക്കുന്നവനെ പെട്ടെന്ന് ജീവിതത്തിലേക്ക് പിടിച്ചു മാറ്റാൻ ചില ആയത്തുകൾക്ക് പറ്റും. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഇന്ന് നിങ്ങളുടെ വായകൾക്ക് സീല് വെക്കും, കൈകൾ സംസാരിക്കും. നോക്ക്, 70-80 കൊല്ലം ജീവിച്ച നമ്മുടെ കൈകൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് സാക്ഷി പറയും. വതശ്ഹദു അർജുലുഹും, കാലുകൾ സാക്ഷ്യം പറയും. നമ്മളെ നടത്തിക്കൊണ്ടുപോയ കാലുകൾ നാം പോയ സ്ഥലങ്ങൾക്കെല്ലാം സാക്ഷി പറയും. ബിമാ കാനൂ യക്സിബൂൻ, അവർ സമ്പാദിച്ചതിനെല്ലാം പറയുന്ന. മറ്റൊരായത്ത് നോക്കി നിങ്ങൾ സൂറത്തു മാഇദയിൽ, വെറുതെ ഉദാഹരണത്തിന് പറഞ്ഞത് മാത്രം. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്.
നിങ്ങൾ സത്യത്തിൻ്റെ സാക്ഷികളായി ജീവിക്കും, നീതിയുടെ സാക്ഷികളായി ജീവിക്കും. ഒരു സന്ദർഭത്തിലും നീതിയില്ലാതെ പെരുമാറും. എന്നിട്ട് എന്താ പറഞ്ഞത്? വലാ യജ്രിമന്നക്കും ശനആനുഖൗം. ഒരാളോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ട്, വിരോധമുണ്ട്, എന്നാൽ പോലും അവനോടൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ അവൻ്റെ ആ ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അവനോട് അനീതി ചെയ്യരുത്. ഒരു കാര്യത്തിൽ ശത്രുവിനോടും മിത്രത്തോടും ഒരേ നിലപാട് സ്വീകരിക്കാൻ പറയുന്ന നീതിയുടെ, ന്യായത്തിൻ്റെ സത്യസന്ധമായ ഏറ്റവും വലിയ ഗ്രന്ഥം. യാ അയ്യുഹല്ലദീന ആമനു ലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. തിന്നരുത്, നിങ്ങൾക്ക് തിന്നാൻ പറ്റാത്ത നിഷിദ്ധങ്ങൾ നിങ്ങൾ തിന്നരുത്. സമ്പാദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം ഇല്ല അൻതകൂന തിജാറത്തൻ അൻ തറാലിം മിൻകും. കച്ചവടം കൊണ്ട്, ഹലാലായ കച്ചവടം കൊണ്ട്, കസ്റ്റമറെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് അയാൾക്ക് തൃപ്തിപ്പെടുന്ന രൂപത്തിലുള്ള വിനിമയങ്ങൾ ഹലാല് മാത്രം തിന്ന. വലാ തഖ്തുലൂ അൻഫുസകും. നിങ്ങൾ നിങ്ങളെ നശിപ്പിക്കരുത്. നിങ്ങൾക്ക് ദോഷകരമായതൊന്നും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യരുത്. ഇന്നല്ലാഹ കാന ബിക്കും റഹീമ. അള്ളാഹു നിങ്ങളോട് കരുണയുള്ളവനാണ്. സൂറത്ത് ഇസ്രായിൻ്റെ 31 മുതൽ സൗകര്യം 38 വരെ വായിച്ചു. എന്താ പറയാത്തത് അതിൽ? വലാ തഖ്തുലു ഔലാദക്കും, മക്കളെ കൊല്ലരുത്. വലാ തഖ്റബു സിന, വ്യഭിചരിക്കരുത്. വലാ തഖ്തുലു നഫ്സ്, കൊലപാതകം നടത്തരുത്. വലാ തഖ്റബു മാൽ യതീം, അനാഥന്റെ സ്വത്ത് തിന്നരുത്. വ ഔഫുൽ കൈൽ, നിങ്ങൾ അളത്തവും തൂക്കവും പൂർത്തിയാക്കി കൊടുക്കണം. വലാ തഖുഫ് മാ ലൈസ ലക ബിഹി, നിനക്കറിയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത്, പറയരുത്, പിൻപറ്റരുത്. വലാ തംശി ഫിൽ അർദി മറഹ, അഹങ്കാരത്തോടെ നടക്കരുത്. കുല്ലു ദാലിക കാന സയ്യിഉഹു ഇൻദ റബ്ബിക മക്റൂഹ. ഇതൊക്കെ ദോഷകരമായതുകൊണ്ടാണ് അള്ളാഹു എണ്ണി പറഞ്ഞു തരുന്നത് എന്നാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ്, നമുക്കെല്ലാവർക്കുമുള്ള വഴികാട്ടിയാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവഗണിച്ച് ജീവിച്ചാൽ ഈ ജീവിതം നഷ്ടമാവും. അവിടെ ഖുർആൻ എന്ന് എന്താണോ മനസ്സിലാക്കിയത് അതിലേക്ക് തിരിച്ചു വരാനുള്ള ഏറ്റവും നല്ല അവസരമാണ് റമളാൻ, നോമ്പ്. നമ്മൾ നോമ്പുകാരായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ ഖുർആൻ അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിൽ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, നോമ്പിൻ്റെ വിധി വിലക്കുകളെല്ലാം നമുക്കറിയാം. പക്ഷെ എന്നാലും മറ്റ് സന്ദർഭങ്ങളിൽ നിന്ന് കേൾക്കാൻ അവസരമില്ലാത്ത ആൾക്ക് ഒന്ന് നീയത്താണ്. റമളാനക്ക് മൊത്തത്തിലൊരു നീയത്ത് മതി എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ കുറച്ചും കൂടി സൂക്ഷ്മതൊക്കെ നല്ലത് ഓരോ ദിവസവും രാത്രി നമ്മൾ എന്ത് ചെയ്യാണ്, നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പായി രാത്രി സമയത്ത് തന്നെ നമ്മൾ നിയ്യത്ത്, നാളെ എനിക്ക് നോമ്പാണെന്നുള്ള ഉദ്ദേശം മനസ്സിലുണ്ടാവുക. പറയും, പിന്നെ വാചകം ചെല്ലൊന്നും വേണ്ട, മനസ്സിലുണ്ടായാൽ മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സുന്നത്തുകളുണ്ട്. നോമ്പ് നോൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകൾ. ഒന്ന്, അത്തായം എന്തായാലും കഴിച്ചിരിക്കണം. ഇത്ര മിനിമമാണ്, ഗ്ലാസ് വെള്ളമാണെങ്കിൽ പോലും നമ്മൾ കഴിക്കണം. വൈകിപ്പിക്കുന്നതാണ് നല്ലത്. അത്തായം വൈകിപ്പിക്കാം, എന്നാൽ സുബഹി ആകാതെ നമ്മൾ സൂക്ഷിക്കുകയും വേണം. അതേപോലെ തന്നെ പരമാവധി ആരാധനകൾ, ഒരു ടൈമും വെറുതെ ആവാതെ പരമാവധി ആരാധനകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. നാവിന്, സംസാരമാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ നോമ്പിന് ഏറ്റവും വലിയ പരിക്ക് ഉണ്ടാകുന്ന കാര്യം സംസാരമാണ്. പ്രത്യേകിച്ച് കുറ്റകരമായിട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കാം. അതേപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈത്തപ്പഴം കൊണ്ട് തുറക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ നോമ്പിന് തകരാറാക്കുന്ന കാര്യങ്ങൾക്കറിയാം. ഒന്ന്, ഭാര്യ ഭർത്തൃ ബന്ധം, അതേപോലെ തന്നെ നമ്മൾ വികാരത്തോടു കൂടെയുള്ള ഇന്ദ്രിയ സ്ഖലനം, അതേപോലെ ഭക്ഷണം കഴിക്കുക, കുടിക്കുക, കരുതി കൂട്ടി നമ്മൾ ചെയ്യുക, ഇതൊക്കെ എന്ത് ചെയ്യും. അതേമാതിരി നമ്മളെ ശരീരത്തിന് പോഷകം നൽകുന്ന രൂപത്തിലുള്ള ഇഞ്ചക്ഷനോ മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതും നോമ്പിനെ ബാധിക്കുന്ന കാര്യമാണ്. കരുതി കൂട്ടി ഛർദ്ദിക്കുക, ഇതൊക്കെ നോമ്പ് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ഇത്തരം ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ നമ്മൾ നോമ്പ് നോറ്റ് വീട്ടിയാൽ മതിയാവും. പക്ഷേ ഭാര്യ ഭർത്തൃ ബന്ധം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നോമ്പിൻ്റെ പകലിലാണെങ്കിൽ അതിന് ഒരു അടിമിനെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പ് നോൽക്കണം. ഇങ്ങനെയുള്ള പ്രായശ്ചിത്തം കൂടെ അതിൻ്റെ കൂടെ വേണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ നോമ്പ് പിന്നെ ഭാവിയിലും നോറ്റ് വീട്ടാൻ കഴിയാത്ത പ്രായം കൊണ്ടോ അല്ലെങ്കിൽ മാറാത്ത രോഗം കൊണ്ടൊക്കെ ഉള്ള ആളുകൾക്ക് മുദ്ദു കൊടുക്കാൻ നമ്മൾ പറയും, ഫിദിയ കൊടുക്കുക. ആ ഫിദിയാണ് ഒരു നേരത്തെ ഭക്ഷണമാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ നോമ്പ് നഷ്ടപ്പെടുമ്പോൾ അപ്പം തന്നെ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നോമ്പ് അവസാനിക്കുന്ന ദിവസത്തിലാണ് അനസ് റളിയല്ലാഹു കൊടുത്തതെന്ന് പറഞ്ഞു. അത് ഭക്ഷണമായി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുക, അങ്ങനെയും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 1.5 കിലോ അരിയാണ് മിനിമം ഒരു നോമ്പിന് പകരമായി നമ്മൾ കൊടുക്കേണ്ടത്. ഒരാളെ നോമ്പ് ഉറപ്പിക്കുക അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്താൽ അതിന് പകരമാകുമെന്നാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാറ്റിനും നിർദ്ദേശിക്കപ്പെട്ട രൂപപ്രകാരം തന്നെ നമ്മൾ
നൽകാൻ വേണ്ടി ശ്രദ്ധിക്കണം. നോമ്പിൻ്റെ വിധിവിലക്കുകൾ കൂടുതൽ അറിയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. അതിൻ്റെ നിയമപ്രകാരം നിർവഹിക്കാൻ ശ്രമിക്കുക. അള്ളാഹു ശരിയായ രൂപത്തിൽ നോമ്പ് നിർവഹിക്കുവാനും അത് സ്വീകരിക്കപ്പെടുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. രാത്രി നമസ്കാരങ്ങൾക്ക് രാത്രി മുഴുവൻ നമസ്കരിച്ച് പ്രതിഫലം കിട്ടുന്ന രാത്രി നമസ്കാരങ്ങളെ അതിൻ്റെ ഭക്തിയോടുകൂടെ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ ഓപ്പറേഷന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് അള്ളാഹുവിടെ രോഗം സുഖപ്പെടുത്തുകയും ആ ഓപ്പറേഷനിലൂടെ പൂർണ്ണ സൗഖ്യം പ്രാപിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു വേണ്ടി പ്രദാനം ചെയ്യുകയും ചെയ്യണമെന്നാഥ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളും ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണമെന്നാഥ. അറിയുന്ന കാര്യങ്ങളെ പാലിക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീക്കും ഹൃദയ വിശാലതയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമെന്നാഥ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു